പാർവതി പാർവതി അയ്യോ അവിടെ ഇരിക്ക. എന്താ നിന്റെ ഭർത്താവിനെ നീ തന്നെ കൊല്ലും. സ്വാമികൾ പ്രവചിച്ച ആ ആപത്ഘട്ടം ഇതുവരെ വിശാൽ സാറിന് മാറിയില്ലേ? അത് മാറാൻ വേണ്ടിയല്ലേ നിത്യവും ഞാൻ ഉദയനൂരമ്മ മനമുരുകി പ്രാർത്ഥിക്കുന്നത്? അതിനു വേണ്ടിയല്ലേ പൗർണമി ക്ഷേത്രത്തിൽ പോയി പണിയടിച്ച് നേർച്ച നടത്തിയത്? എന്നിട്ടും വീണ്ടും അപകടങ്ങളാണല്ലോ ദേവി ഞാൻ കാണുന്നത്. തലനാരിയുടെ വ്യത്യാസത്തിലാ വിശാൽ സാറ് വെട്ടുകത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇന്നലെ രാത്രി വിശാൽ സാറിന്റെ കാലില് കുപ്പിച്ചില്ലും തറച്ചു. ഇനി എന്നാ ഈ ദുർവിധിയിൽ നിന്നും ഞാൻ രക്ഷപ്പെടാൻ പോകുന്നത്? എന്നാണ് ഈ ആപത്തുകളിൽ നിന്നും എന്റെ വിശാൽ സാറിനൊരു മോചനം ലഭിക്കുന്നത്? മോളെ പാർവതി, മോളെ നീ വലിയ വിഷമത്തിലാണല്ലോ. ഇവിടെ നടക്കുന്നതൊക്കെ ദേവമ്മ കാണുന്നില്ലേ? അഘോരസ്വാമികൾ പ്രവചിച്ചതുപോലെ എന്റെ അശ്രദ്ധ കാരണം ഉണ്ടാവുന്ന ആപത്തുകൾ വിശാൽ സാറിന് ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കുക. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോ എനിക്കൊരു മനസമാധാനവും കിട്ടുന്നില്ല അമ്മ. വിശാൽ സാറിനും എനിക്കും ഉണ്ടാവുന്ന ഈ ദുർനിയോഗങ്ങൾ എന്ന് തീരുമെന്ന് എനിക്കൊരു നിശ്ചയവും ഇല്ല. നീ വിഷമിക്കണ്ട മോളെ. വിഷമിക്കണ്ട എന്നോ? ദൈവം എന്താ ഈ പറയുന്നത്? ഇങ്ങനൊരു വിധി മുന്നിൽ നിൽക്കുമ്പോ ഞാൻ എങ്ങനെ വിഷമിക്കാതിരിക്കും? മോളെ, ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. നീ കാരണം വിശാലിന്റെ ജീവന് അപായം സംഭവിക്കുമെന്ന് അഘോരി സ്വാമികൾ പറഞ്ഞ ആപത് ഘട്ടം കഴിഞ്ഞിരിക്കുന്നു മോളെ. ദൈവമേ, ഇതെന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ പറയുന്നത് സത്യമാണ്. ഇനി മോൾക്ക് ആ ആശങ്കയില്ലാതെ സമാധാനമായി ജീവിക്കാം. വിശാലിന്റെ ജീവന് ഇനി നീ കാരണം ഒരു അപകടവും ഉണ്ടാവില്ല. നിന്റെ പ്രാർത്ഥനയുടെയും നേർച്ചയുടെയും ഫലമാണിത്. എത്ര പ്രതിസന്ധി ഉണ്ടായാലും ഒതിയന്നൂരമ്മ നിന്നെ കൈവിടാതെ കാത്തോളും. നീ ആ വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. ഈ സന്തോഷവാർത്ത അറിയിക്കാനാ ഞാനിപ്പോ വന്നത്. ഉദയനൂരമ്മ നിന്നെയും വിശാലിനെയും അനുഗ്രഹിക്കട്ടെ. ഉദയനൂരമ്മേ, നീ തന്നെ തുണ. അമ്മേ, എന്താ മോനെ? എനിക്ക് അമ്മയോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താടാ, എന്തു പറ്റി? ഇവൻ എന്താ പറയാൻ പോകുന്നത്? ഇനി ശേഖരമേനോനെ കുറിച്ച് ചോദിക്കാനാണോ പോകുന്നത്? അമ്മേ, ഞാനാകെ വിഷമത്തില്. നീ എന്തിനാ വിഷമിക്കുന്നേ? അതിന് മാത്രം എന്ത് പ്രശ്നം ഇവിടെ നടന്നേ? എന്താ നിന്റെ വിഷമത്തിന്റെ കാരണം? ആരാ എന്റെ മോനെ വിഷമിപ്പിച്ചേ?
പാർവതി. പാർവതിയോ? പാർവതിയെക്കുറിച്ച് ആലോചിച്ച എൻ്റെ വിഷമം. അവൾക്ക് എന്തു പറ്റി? നീ തെളിച്ചു പറ മോനെ. അവൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അവൾ ചില നേരത്ത് വളരെ വിചിത്രമായിട്ട് സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുന്നത്. എന്നുവെച്ചാൽ അവൾ വളരെ ഹാപ്പി ആയിട്ട് എനിക്ക് വേണ്ടി എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് തീരെ പ്രതീക്ഷിക്കാതെ ആളാകെ അങ്ങ് മാറും. അവളുടെ ഉള്ളിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ അവളോട് അടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവളിൽ ഈ മാറ്റം സംഭവിക്കുന്നത്. ഇന്നലെ രാത്രിയും അവളിൽ ഈ മാറ്റം ഉണ്ടായി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലമ്മേ. ഞാനിപ്പോ ആകെ ടെൻഷനില്. നീ ഇതേക്കുറിച്ച് അവളോടൊന്നും ചോദിച്ചില്ലേ? ചോദിച്ചു, പക്ഷേ അതിനവള് കൃത്യമായ മറുപടി ഒന്നും തന്നില്ല. ഈ ടെൻഷൻ എനിക്ക് മനസ്സിൽ വെച്ചോണ്ടിരിക്കാനും പറ്റുന്നില്ല. അതുകൊണ്ട് ഞാനിതിപ്പോ അമ്മയോട് വന്ന് പറഞ്ഞത്. എന്റെ മോനെ, നീ അധികം ടെൻഷൻ ആവുമൊന്നും വേണ്ട. അവള് ഗ്രാമത്തിലൊരു അമ്പലവാസി പെണ്ണായിട്ടല്ലേ വളർന്നത്. അതിൻ്റെതായ ചില പെരുമാറ്റ രീതികള് ഇപ്പോഴും അവളിൽ നിന്നും മാറിപ്പോയിട്ടുണ്ടാവില്ല. ആ, ഏതായാലും നീ ഇതൊരു വലിയ വിഷയമായിട്ട് എടുക്കണ്ട, നിസ്സാരമായിട്ട് കണ്ടാ മതി. ഞാൻ അവളോട് സംസാരിക്കാം. അവളുടെ മനസ്സിൽ എന്താണെന്ന് ഞാൻ നയത്തിൽ അറിയാൻ ശ്രമിക്കാം മോനെ. നീ ചെല്ലടാ, ചെല്ലു മോനെ. പ്രതാപ, ഏതായാലും നീ മനസ്സിൽ കരുതിയതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നല്ലോ. അവരുടെ ആദ്യ രാത്രി മുടങ്ങിയില്ലേ? നിനക്കിപ്പോ സമാധാനമായി കാണുമല്ലോ. അങ്ങനെ സമാധാനിച്ചിട്ട് എന്ത് കാര്യം ചേച്ചി? ഇപ്പൊ അവരുടെ ആദ്യ രാത്രി മുടങ്ങിയെങ്കിലും അവര് വീണ്ടും ഒരുമിച്ച് കഴിയാനുള്ള ഒരുക്കങ്ങൾ നടത്തും. അത് നടക്കാൻ പാടില്ല. ഇപ്പോഴും എനിക്കത് തന്നെ പറയാനുള്ളത്. വിശാലും പാർവതിയും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് പാർവതിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണം. അവളെ ഇനി ജീവനോടെ വച്ചിരിക്കാൻ പാടില്ല. ഗായത്രി ദേവി അവസാനിപ്പിച്ചതുപോലെ അവളെ അവസാനിപ്പിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കാനാവില്ല. അക്കാര്യത്തിൽ ചേച്ചി കുറച്ചുകൂടി ഉഷാറാവണം. ഞാനും അതിനെക്കുറിച്ച് തന്നെയാ ചിന്തിക്കുന്നത് പ്രതാപ. ഒരവസരം ഒത്തുവരട്ടെ. ഇരി ചെവി അറിയാതെ പാർവതിയെ നമ്മൾ തീർത്തിരിക്കും. അതിനു മുമ്പ് ശേഖരമേനോൻ എവിടെയാണെന്ന് നമുക്ക് കണ്ടെത്തണം. അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത നേരത്ത് അയാൾ ഇവിടെ കയറി വരും. പിന്നീട് നമുക്കിവിടെ നിൽക്കക്കള്ളി ഇല്ലാതാവും. ശേഖരമേനോനെ കണ്ടെത്താനുള്ള ചില പുതിയ വഴികൾ ഞാൻ ആലോചിക്കുന്നുണ്ട്. അതിനൊരു പൂർണ്ണരൂപം എത്തിയിട്ട് ചേച്ചി ഞാൻ അറിയിക്കാം. ഏതായാലും ഉടനെ തന്നെ വേണം. അയാളുടെ ചാപ്റ്റർ ക്ലോസ് ചെയ്താ നമുക്ക് പകുതി സമാധാനമാവും. പിന്നെ അയാളെ പേടിക്കാതെ നമുക്ക് നമ്മുടെ പ്ലാനുകൾ മുഴുവൻ വിജയിപ്പിച്ചെടുക്കാം. പറഞ്ഞു തീർന്നില്ല. ശേഖരമേനോനാ വിളിക്കുന്നത്. ചേച്ചി എന്നിട്ട് സൗമ്യയോട് സംസാരിക്കാം. ഹലോ പ്രഭാവതി, ഞാൻ നിന്നെ ഇപ്പൊ വീണ്ടും വിളിച്ചത് നിന്റെ മരണത്തിനുള്ള ദിവസം അടുത്തുനിന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാ.
നീ ചെയ്ത പാപങ്ങൾക്കുള്ള ശിക്ഷ അധികം വൈകാതെ തന്നെ നിന്നെ ഞാൻ അനുഭവിപ്പിക്കും. നിങ്ങളോട് ഞാൻ പലവട്ടം പറഞ്ഞു ഞാൻ നിരപരാധിയാണെന്ന്. പക്ഷെ ഞാൻ എത്ര പറഞ്ഞിട്ട് നിങ്ങളത് വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ലല്ലോ. ഉം. ശേഖരേട്ടാ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാനും പ്രതാപന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും എനിക്കോ പ്രതാപനോ വേണ്ടിയിട്ടല്ല, അത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ലേ ശേഖരേട്ടാ. അവരുടെ സുരക്ഷിതമായ ഭാവിക്ക് വേണ്ടി ഞാൻ ചെയ്തത് പാപമാണെങ്കിൽ അതിനുള്ള ശിക്ഷ അനുഭവിക്കാൻ ഞാൻ തയ്യാറുമാണ്. ഒരുപക്ഷെ എന്നെക്കാൾ കൂടുതൽ നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നത് ശേഖരേട്ടനായിരിക്കും. ആ ശേഖരേട്ടൻ തന്നെ പറയൂ, നമ്മുടെ മക്കള് നന്നായി ജീവിക്കണ്ടേ? ശേഖരേട്ടൻ എന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ മക്കളുടെ മുഖം ശേഖരേട്ടൻ അതൊന്ന് ഓർത്തു നോക്കിയേ. പ്രഭാവതി, നിന്നോടുള്ള പകയും ഞാൻ എൻ്റെ മക്കളുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ മറന്നുപോയി. എൻ്റെ മക്കൾക്ക് സുഖമാണോ പ്രഭാവതി? ഇപ്പോഴെങ്കിലും ശേഖരേട്ടൻ നമ്മുടെ മക്കളെ കുറിച്ച് ഓർത്തല്ലോ. എനിക്ക് വിപന്റെ കാര്യം മാത്രമേ അറിയൂ. വിനയ് അവൻ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. അല്ല, എന്നെ കൊല്ലാൻ നിൽക്കുന്ന ഒരാളോട് ഞാൻ എന്തിനാ ഇതിനെ പറ്റിയൊക്കെ പറയുന്നേ? ഒരു കാര്യം മാത്രം ഓർത്താ മതി, അവരുടെ അമ്മ മരിച്ചു പോയാൽ അവര് ചിറകറ്റതുപോലെയാവും. മക്കളോട് സ്നേഹം ഉണ്ടെങ്കിൽ ശേഖരേട്ടൻ ഇത് മനസ്സിൽ കുറിച്ച് വെച്ചോ. എനിക്കിനി കൂടുതലൊന്നും പറയാനില്ല ശേഖരേട്ടാ. പ്രഭാവതി, എടാ, അയാൾ അയാളുടെ മക്കളുടെ സെന്റിമെന്റ്സിൽ വീണെന്ന് തോന്നുന്നു. നമുക്കൊരു കാര്യം ചെയ്യണം. ചേച്ചി പറ, എന്ത് വേണം? നമുക്ക് വിനയെ എങ്ങനെയെങ്കിലും കണക്ട് ചെയ്യണം. എന്നിട്ട് അവനെ വെച്ചൊരു കളി കളിക്കണം. അവനിലൂടെ ശേഖരനെ നമുക്ക് നമ്മുടെ വഴിയിലേക്ക് കൊണ്ടുവരാം. അതൊരു നല്ല ഐഡിയ ആണ് ചേച്ചി. ശേഖരമേനോന് വിനയോടൊരു പ്രത്യേക സ്നേഹമുണ്ട്. അത് നമുക്ക് ഉപയോഗിക്കാം. വിശാൽ സർ, പാർവതി, സാറ് തിരക്കിലാണോ? എന്തെങ്കിലും അത്യാവശ്യ ജോലിയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഏയ് സാരമില്ല, നീ വാ. സാറ് ആ കാലം നീട്ടി. നീ എന്ത് ചെയ്യാൻ പോകുന്നു? ഞാനേ സാറിന്റെ കാലിലെ മുറിവ് അഴിച്ചു കെട്ടാൻ പോവാം. സാർ ഫയലൊക്കെ നോക്കിക്കോ. സാറിന് ബുദ്ധിമുട്ടാവാതെ ഞാൻ ഈ മുറിവിൽ മരുന്ന് വെച്ചോളാം. പാർവതി, നീ ആ മരുന്ന് ഇങ്ങോട്ട് വയ്ക്ക. ഇതേ ഞാൻ തന്നെ കെട്ടിക്കോളാം. അത് പറ്റില്ല. ഇതേ എന്റെ കടമയോ, ഇത് ഞാൻ തന്നെ ചെയ്തോളാം. പാർവതി, ഇത് എനിക്ക് കെട്ടാവുന്നല്ലേ ഉള്ളൂ. ആയിക്കോട്ടെ, പക്ഷെ ഞാനുള്ളപ്പോ ഇതൊന്നും ചെയ്യാൻ ഞാൻ സാറിനെ അനുവദിക്കില്ല. ഇതൊക്കെ പാർവതിക്ക് പ്രയാസമാവില്ലേ? ഭാര്യ എന്ന നിലയിലെ ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ഞാൻ ചെയ്യുന്നു. അതൊരിക്കലും എനിക്ക് പ്രയാസമല്ല വിശാൽ സർ. അതെനിക്ക് സന്തോഷം തരുന്ന കാര്യം. ഇപ്പൊ ഇങ്ങനെയെല്ലാം പറയും, പിന്നീട് മടുപ്പാവും. ഒരിക്കലുമല്ല. സാറിനു വേണ്ടി ജീവൻ പോലും തരാൻ തയ്യാറുള്ളവളാ ഈ പാർവതി. ആ എനിക്ക് സാറിനെ ശുശ്രൂഷിക്കുന്നത് എങ്ങനെ മടുപ്പാവും? ജീവിതാന്ത്യം വരെ സാറിനു വേണ്ടി എന്തിനും ഏതിനും ഞാനുണ്ടാവും. കാണിക്കാം.
ശരി, സാറിന്റെ ജോലി നടക്കട്ടെ. ഞാൻ പോട്ടെ. ഇല്ല, പാർവതി ഇരിക്കും. എന്തിനാ? എന്നെ ഇങ്ങനെ ട്രീറ്റ് ചെയ്താൽ മാത്രം പോരാ, ഓഫീസിലെ കാര്യങ്ങൾ കൂടി നോക്കണം. 2 മാസത്തിനുള്ളിൽ നമ്മുടെ കമ്പനിയെ ലാഭത്തിലെത്തിക്കാനുള്ളതാ. ആ പ്ലാൻ മാത്രം പറഞ്ഞാൽ പോരാ, അതിനുവേണ്ടി പാർവതിയും വർക്ക് ചെയ്യണം. എന്താ, അത് മറന്നുപോയോ? ഏയ് അത് ഞാൻ മറന്നിട്ടൊന്നുമില്ല. ദേ, ഈ ഫയലുകളെ പാർവതിയും കൂടി നോക്കണം. ഉം. ഇതിനുള്ളിൽ എന്താണെന്ന് ഞാൻ പാർവതിക്ക് പറഞ്ഞുതരാം. ഓരോ ദിവസവും ഇവർ തമ്മിലുള്ള പ്രണയവും അടുപ്പവും കത്തിക്കയറുകയാണല്ലോ. ഇത് അവസാനിപ്പിക്കണം. ഇതാ ഞാൻ പറഞ്ഞത്. പാർവതി, അയ്യോ അമ്മ. നിങ്ങൾ താഴേക്ക് വരും. ജോൾസൺ ഇപ്പൊ വരും. ആദ്യ രാത്രിയില് വിശാലിന് ഇങ്ങനെ ഒരു മുറിവ് പറ്റിയത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം. നിങ്ങൾ വാ. ആ, കാര്യങ്ങളൊക്കെ പ്രതാപൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. പറഞ്ഞു. വിശാലിനെ അറിയാലോ. ഇദ്ദേഹത്തെ ആർക്കാ അറിയാത്തെ? ഗായത്രി അമ്മയെ അറിയുന്നത് പോലെ മോനെയും ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മോനെ മാത്രമല്ല, മരുമകളെയും അറിയാം. ശരി, അപ്പൊ ഇനി വിഷയത്തിലേക്ക് വരാം. ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞു. എങ്കിലും ഇന്നലെ വരെ രണ്ടാളും 2 മുറിയിലായിരുന്നു താമസം. ഇന്നലെ പെട്ടെന്ന് 2 പേരുടെയും കിടത്തം 1 മുറിയിലാക്കാൻ പാർവതി തീരുമാനിച്ചു. ഇവനും സമ്മതം മൂളി. അങ്ങനെ ശരിക്കും ഇന്നലെ ഇവരുടെ ആദ്യ രാത്രി ആയിരുന്നു. പക്ഷെ അതിന് തടസ്സമുണ്ടായി. ഇവളുടെ കയ്യിൽ നിന്നും പാൽ ഗ്ലാസ് താഴെ വീണു. അതിന്റെ ചില്ലില് ചവിട്ടി വിശാലിന്റെ കാലില് മുറിവ് പറ്റി. ചുരുക്കം പറഞ്ഞ ആദ്യ രാത്രി മുടങ്ങി. അതെന്തുകൊണ്ട് സംഭവിച്ചു? ഇനി എന്തെങ്കിലും വലിയ ദോഷങ്ങളുണ്ടോ? ഇനി എന്നാണ് ഇവർക്ക് ആദ്യ രാത്രി നടത്താൻ പറ്റുക? ഇതൊക്കെ ഒന്ന് വിശദമായിട്ട് തിരുമേനി നോക്കണം. ശരി, നോക്കാം. വിശാലും ഞാനും തമ്മിലുള്ള വിവാഹം നടത്തിത്തരാന്ന് എനിക്ക് വാക്ക് തന്നിട്ട് പ്രഭാവതി ആന്റി ഇപ്പം വിശാലിന്റെയും പാർവതിയുടെയും ആദ്യ രാത്രി നടത്തിക്കൊടുക്കാൻ നിൽക്കുന്നു. അപ്പോ ഇവരെന്നെ ചതിക്കുക. ഇത് കഴിയട്ടെ, ഇവരെ ഞാൻ കാണുന്നുണ്ട്. ഇന്നലെ ഇവരുടെ ആദ്യ രാത്രിക്ക് അനുയോജ്യമായ ദിവസവും മുഹൂർത്തവും ആയിരുന്നില്ല. അതുകൊണ്ടാണ് അത് മുടങ്ങിപ്പോയത്. അത് മുടങ്ങിയെന്ന് കരുതി വിഷമിക്കേണ്ട കാര്യമില്ല. നന്നായെന്ന് കരുതിയാ മതി. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതേക്കുറിച്ചൊരു ചിന്ത വേണ്ട. ശരി, അതായിക്കോട്ടെ. ഇനി ഇവരുടെ ആദ്യ രാത്രി ഏത് ദിവസം നടത്താനാവും? നോക്കട്ടെ.
ഇനി അടുത്തൊന്നും ഇവരുടെ ആദ്യ രാത്രിക്ക് അനുയോജ്യമായ മുഹൂർത്തമില്ല.